മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ താമസിച്ചത് ഇവിടുത്തെ ചൈന ടൗൺ അല്ലെങ്കിൽ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇതെല്ലാം ഇതുപോലത്തെ ചോരുകളിലൊക്കെ ഇതുപോലത്തെ ഗ്രാഫിറ്റികൾ കാഴ്ച വെച്ചിട്ടുണ്ട്. സമയം ഇപ്പൊ രാവിലെ 7 മണി ആയതുകൊണ്ട്, പക്ഷെ നമ്മളവിടുത്തെ ഇതുപോലെ 7 മണി പോലെ നേരം വെളുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നേരെ ഇരുട്ടുന്നതും വളരെ ലേറ്റ് ആയിട്ടുണ്ട്. രാത്രി 7 മണി ആയാലും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഡാർക്ക്നെസ് ഉണ്ടാവാറില്ല. രാവിലെ 7 മണി ആയതുകൊണ്ട് എന്നാൽ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും ഒക്കെ 7 മണി. നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരാൾ പോലും അനാവശ്യമായിട്ട് ഹോൺ അടിക്കില്ല. ആളുകൾ ആ ഒരു ക്രോസിലൂടെ അല്ലാതെ അവർ മാറി നടക്കില്ല. ഇവിടെ കോലാലംപൂർ കമ്പ്യൂട്ടർ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ ഒരുപാട് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മെട്രോ റെയിലുണ്ട്, മോണോ റെയിലുണ്ട്, ഇതുപോലത്തെ കമ്പ്യൂട്ടർ സ്റ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നോർമൽ എയർപോർട്ടിൽ നിന്ന് വരുന്ന ആ ഒരു എക്സ്പ്രസ് ട്രെയിനുകളുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സംവിധാനമുണ്ട്. ഇത് ഇന്നിപ്പോ ബാത്തു കേവിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് ആണ്. ഞാനിപ്പോ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബാത്തു കേവിലേക്കാണ്. അപ്പൊ ആ ബാത്തു കേവിലേക്ക് അല്ലാതെ നമുക്ക് മെട്രോയിലൊന്നും പോകാൻ പറ്റില്ല. ഈ ഒരു സർവീസ് മാത്രമേ ഉണ്ട്. 7:46 7:46 ട്രെയിൻ. ഇവിടെ നിന്ന് താഴേക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട്. എന്തായാലും താഴേക്ക് പോകാം. ഇതാണ് നമ്മുടെ കോലാലംപൂരിലെ കമ്പ്യൂട്ടർ സ്റ്റേഷൻ. സ്റ്റാഫ് വളരെ കുറവാണ്. അതിന്റെ ആവശ്യമുള്ളൂ. കൂടുതലും ഈ മെട്രോ ഒക്കെ ആണെങ്കിലും ശരി, നമുക്ക് തനിയെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഇട്ടിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് സ്റ്റാഫിന്റെ ആവശ്യമില്ല. മാക്സിമം സ്റ്റാഫ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ രാവിലെ ആണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ഒരാളാണ് ഉള്ളത്, സെക്യൂരിറ്റി ഒരാളാണുള്ളത്. ഇവിടെ ഇപ്പൊ ചോദിക്കാൻ പോലും ഇവിടെ ആരെയും കാണാനില്ല. താഴെ കിട്ടിയ ടിക്കറ്റും അതിനകത്തൊരു QR കോഡ് ഉണ്ട്. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്താണ് ഉള്ളിലേക്ക് കയറേണ്ടത്. അതുകൊണ്ട് പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത്, അത് പ്ലാറ്റ്ഫോം 1, ഇത് പ്ലാറ്റ്ഫോം 3. ബാത്തു കേവിലേക്ക് വന്ന പ്ലാറ്റ്ഫോം 3 ആണ്. കുറെ ഏരിയാസ് മെട്രോ തന്നെ കാണാം. നല്ല ചില ഏരിയാസ് ബസ് പോലെ ഈ കാണാം. ഇതാണ് ഈ ട്രെയിൻ. കമ്പ്യൂട്ടർ ട്രെയിൻ എന്നാണ് പറയുന്നത്. നോർമൽ എക്സ്പ്രസ് ട്രെയിൻ എന്നല്ല, അത് വേറെ ട്രെയിൻ. നമുക്ക് നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ എന്ന് വേറെ. കോലാലംപൂരിൽ 7:46 ട്രെയിനിൽ എടുത്തത്. ലാസ്റ്റ് സ്റ്റോപ്പാണ് ബാത്തു കേവ്സ്. സൈഡിൽ കാണാൻ പറ്റും, റോഡിൽ കാണാൻ പറ്റും. ഇതാണ് ഞാനിവിടെ ബാത്തു കേവിലേക്ക് വന്ന നമ്മുടെ കമ്പ്യൂട്ടർ ട്രെയിൻ. ഈ ട്രെയിനിന്റെ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ട്രെയിനിന്റെ സർവീസ്. ബാത്തു കേവ്സ് പിന്നെ ഇവിടെ നടന്നു പോകാൻ ദൂരമുള്ളൂ. ശരിക്കും ഇവിടെ ഇപ്പം തന്നെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ഇനി പുറത്തിറങ്ങി ആ ഒരു റൗണ്ട് കറങ്ങിയാൽ മാത്രമേ നമുക്ക് മെയിൻ റോഡ് വഴി അങ്ങോട്ടേ കയറാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബാത്തു കേവ് കമ്പ്യൂട്ടർ സ്റ്റേഷന്റെ എക്സിറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കാണാൻ പറ്റും. പുറകിലൊരു ഹനുമാന്റെ ആ ഒരു പ്രതിമ കാണാൻ പറ്റും. അപ്പൊ അതുവഴിയാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഈ മലേഷ്യയിലെ തമിഴ് ആളുകളൊക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഇവിടെ തന്നെ. ഇവിടെ എഴുത്തൊക്കെ നമുക്ക് തമിഴിൽ കാണാൻ പറ്റും. അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് പൂക്കളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് കയറുന്നതാണ് ഇവിടുത്തെ ബാത്തു കേവ് അമ്പലം. പുറയിൽ കാണുന്നതാണ് നമ്മുടെ ബാത്തു കേവിലേക്കുള്ള മെയിൻ ഗേറ്റ്. രാവിലെ 5:45 മുതലാണ് ഇവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. ഒത്തിരി വണ്ടികൾക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്. പുറയിൽ കാണുന്നതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഞാൻ ആ എൻട്രൻസ് കടന്ന് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫുട്പാത്ത് ഉണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനായിട്ട്. പുറയിൽ കാണുന്നതാണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബാത്തു കേവിലെ ആ ഒരു മുരുകന്റെ ആ ഒരു സ്റ്റാച്ചു. പിന്നെ ആ ഒരു കളേർഡ് ആയിട്ടുള്ള ആ ഒരു പടികൾ, ആ പടികൾ കയറി മേളിൽ പോകുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു ക്ഷേത്രം. ഇതിവിടെ ഉള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ്. പുറകിൽ കാണാൻ പറ്റും കുറെ ആ ഒരു പ്രതിമയും ആ ഒരു കേവും കാണാൻ പറ്റും. അതല്ലാതെ ഇവിടെ കുറെ പ്രാവുകൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പ്രാവുകൾ, അപ്പൊ ആളുകൾ ഈ പ്രാവിനെ പറത്തി വിട്ടിട്ട് ഇതിനിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഇതാണ്. നമ്മള് സാധാരണ ടൂറിസ്റ്റ് അട്രാക്ഷനിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോ ആ ഒരു പ്രതിമയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുരുക പ്രതിമയാണ് പുറകിൽ കാണുന്നത്. 2006 ഇനോഗ്രേറ്റ് ചെയ്തത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷന്റെ അതിന്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. മുരുകന്റെ പ്രതിമയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ആ ഒരു എൻട്രി ഗേറ്റ് ഉള്ളത്. അപ്പൊ അതുവഴി നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഒരു കളേർഡ് ആയിട്ടുള്ള ആ ഒരു പടികളുണ്ട്. അപ്പൊ ആ ഒരു പടികൾ കയറി ഏറ്റവും മേലിലെത്തണം.
ഇത് ഒരുപാട് കുത്തനെയുള്ള പടിയാണ്. ഇത് അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ എത്രത്തോളം ആ ഒരു സ്റ്റീപ്നെസ് ഇതിനുണ്ടെന്നുള്ളത്. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ആ ഒരു സ്ലോപ്പ് മാറുന്നതനുസരിച്ച് ആ ഒരു പടിയിൽ ഒരു ചെറിയൊരു ലാൻഡിങ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആ ഒരു കളർ വേരിയേഷൻ വരുന്നത്. വീടിന്റെ അടുത്തെല്ലാം നമുക്ക് ഇതുപോലത്തെ കുരങ്ങന്മാർ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ബാത്തു കേവ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് പുറകിൽ കാണാൻ പറ്റും. ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ഗുഹ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഗുഹയും ആ ഒരു അമ്പലം അതിനകത്തുള്ള ആ ഒരു പ്രതിമ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പടിയെല്ലാം കയറി ബാത്തു കേവ്സിന്റെ ആ ഒരു ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബാത്തു പോയിന്റ് ആ ഒരു എൻ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇവിടെ ക്ലൈമറ്റ് മാറി. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു രീതിയൊന്നും അല്ല. ഇവിടെ വരുന്ന മൊത്തത്തിൽ ആ ഒരു ഇരുണ്ട് ഒന്നും കാണാൻ പറ്റില്ല. മേളിലൊക്കെ ആ ഒരു ഗുഹ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഗുഹയുടെ ഏതൊരു ഗുഹയ്ക്കകത്ത് എത്തിയത് ആ ഒരു ഫീൽ തന്നെയാണ്. ഇത്രയും വലിയൊരു സിറ്റിയുടെ അകത്താണ് ഈ ഒരു സംഭവം ഉള്ളത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആ ഒരു കാഴ്ചയാണ്. ഇവിടെ എന്റെ തൊട്ട് ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ഷേത്രം. മുരുകക്ഷേത്രമാണ്. വേലായുധ സ്വാമിയുടെ ക്ഷേത്രമാണ്. അതിന്റെ മേലിലായിട്ടൊരു അമ്പലം കാണാം. അത് വള്ളി ദേവിയുടെയാണ്. മുരുകന്റെ പത്നിയായിട്ടുള്ള വള്ളി ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. പ്രധാന മുരുകക്ഷേത്രം. അവിടെ നിന്ന് തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് പടിയോളം. ഇതാണ് ഇവിടുത്തെ വള്ളി ദേവി ക്ഷേത്രം. പടിയെല്ലാം കയറി ഞാനിപ്പോൾ ഇവിടുത്തെ വള്ളി ദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വള്ളി ദേവി ക്ഷേത്രം. അപ്പം ഇത് ഇത്രയും കാണാനുള്ളൂ. ഇനി ഇതിന്റെ മേളിലേക്കൊന്നും നമുക്ക് കയറാനില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കിട്ടും. ആ ഒരു ഗുഹ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല റഫായിട്ട് തോന്നും. പക്ഷെ ഇത് നല്ല നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു സംഭവമാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കുലാലംപൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെ സെലാങ്കോറിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളാണ് ബാത്തു ഗുഹകൾ. 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന പ്രകൃതിദത്ത ചുണ്ണാമ്പുകല്ല് ഗുഹകളുടെ ഒരു പരമ്പരയാണ് ഇവ. മലേഷ്യയിലെ ഇന്ത്യക്കാരുടെ പ്രധാനമായും തമിഴരുടെ പ്രധാനപ്പെട്ട ആരാധന സ്ഥലമാണ് ഇവിടം. 140 അടിയിലധികം ഉയരത്തിൽ സുവർണ്ണ നിറത്തിലുള്ള ഇവിടുത്തെ മുരുകപ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകപ്രതിമയാണ്. താഴെ നിന്ന് 272 പടികൾ കയറിയാണ് മലയുടെ മുകളിലുള്ള ഗുഹയിലേക്ക് എത്തുന്നത്. 1890-ൽ തമ്പുസ്വാമി പിള്ള എന്ന തമിഴ് വംശജനാണ് മൂർത്തിയെ ഈ ഗുഹയിൽ പ്രതിഷ്ഠിച്ചത്. 1892-ൽ തൈപ്പൂയ ആഘോഷവും തുടങ്ങി. ബാത്തു കേവിന്റെ അടുത്തായിട്ടാണ് ഈ പുറകിൽ കാണുന്നത്. വേറൊരു ചെറിയൊരു അമ്പലം കൂടിയുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഇതാണ് ഇവിടുത്തെ ഈ ഒരു വലിയ ഹനുമാന്റെ ആ ഒരു ശില്പം. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു രാമായണ കേവ് എന്ന് പറഞ്ഞ ഒരു കേവ് കാണാൻ പറ്റും. അതിനകത്ത് തനിയെ ഉണ്ടായി വന്നു സ്വയംഭൂ ഒരു ലിംഗമുണ്ട്. പിന്നെ അതല്ലാതെ മെഡിറ്റേഷൻ സെന്റർ ഉണ്ട്. പിന്നെ രാമായണത്തിലെ കുറെ കഥകളൊക്കെ വിവരിക്കുന്ന കുറെ ഒക്കെ ഒരു പ്രതിമകളാക്കി വെച്ചിട്ടുണ്ട്.